നമ്മൾ ഭൂമിയിൽ കാണുന്ന ഒട്ടുമിക്ക ജീവജാലങ്ങളുമായും ബന്ധപ്പെട്ട് ചൈനക്കാർക്ക് പലതരം വിശ്വാസങ്ങളുണ്ട്. ആമ, ആന, കടുവ, സിംഹം, പന്നി, മുയൽ, കുതിര എന്ന് തുടങ്ങി ഏതാണ്ട് എല്ലാ ജീവികളിലും അവർക്ക് മനുഷ്യജീവിതത്തെക്കുറിച്ച എന്തെങ്കിലും ഒരു സങ്കല്പമുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 ജീവികളുണ്ട്. ഡ്രാഗൺ, ഫീനിക്സ്, കടുവ, ആമ എന്നിവയാണവ. ചൈനീസ് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഈ മൃഗങ്ങൾ ദൈവങ്ങളാണെങ്കിലും പ്രായോഗിക തലത്തിൽ അങ്ങനെയല്ല. പന്നിയിലും പാമ്പിലും മുയലിലുമൊക്കെ ദിവ്യത്വം കൽപ്പിക്കുന്നതോടൊപ്പം തന്നെ ലോകത്ത് ഏറ്റവും അധികം പോർക്കിറച്ചി ഭക്ഷിക്കുന്നവരും ചൈനക്കാർ തന്നെയാണ്. അവരുടെ കലണ്ടറിലെ 2ാമത്തെ മൃഗം കാളയാണെങ്കിലും അതിനെയും ഒരു മടിയുമില്ലാതെ കൊന്നു ഭക്ഷിക്കുന്നുണ്ട്. നങ്കൂരപ്പാറയുടെ മുകൾ ഭാഗത്ത് 8 ചിരഞ്ജീവികളുടെ പ്രതിമകളുണ്ട്. ഇക്കൂട്ടത്തിൽ പണ്ഡിതനെ പോലെ ഇരിക്കുന്നയാളാണ് ഡോങ്ബിൻ. ഒരാൾ സ്വന്തത്തോട് തന്നെ എപ്രകാരം സന്തോഷവാനായി ഇരിക്കണമെന്ന താവോ സിദ്ധാന്തങ്ങൾ ഡോങ്ബിനിൽ നിന്നാണ് പഠിക്കേണ്ടത്. ഭാരതീയ സങ്കല്പത്തിലെ അമൃതിന് തുല്യമായി നിത്യജീവിതത്തിന്റെ പാനീയമായ സിയാൻതാൻ പകർന്നു നൽകുന്നയാളാണ് സോങ്കി ക്വാൻ. കല്ലിനെ സ്വർണമാക്കാനുള്ള കഴിവും ഇദ്ദേഹത്തിനുണ്ടെന്നാണ് ചൈനീസ് വിശ്വാസം. ലോകം മുഴുവൻ പൂക്കൾ വിരിയിക്കാനായി ഓടക്കുഴൽ വായിക്കുന്ന ഹാൻ സിയാങ്സിയും യാചകന്റെ വേഷത്തിലിരിക്കുന്ന എന്നാൽ രോഗശുശ്രൂഷകളുടെ തമ്പുരാനായ ലീ തിയൻ ഗ്വായിയും വിശുദ്ധിയുടെ പ്രതീകവും കൂട്ടത്തിലെ ഒരേയൊരു സ്ത്രീയുമായ ഹി സിയാങ്വുവും നർമ്മത്തിന്റെ ആചാര്യനായ സാങ് ഗൊലാബോയുമൊക്കെയാണ് ഈ മരണമില്ലാത്ത ചൈനീസ് അതിമാനുഷ്യർ.